ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് ഇന്ന് പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്ന് ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും S&P 500 വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആപ്പിളും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. $3.62 ട്രില്യൺ ആയിട്ട് ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പും ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ പൊതുവെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് $2,638 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പക്ഷേ ഇന്ന് താഴെയാണ്, $71.68 പെർ ബാരലിനാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 238.28 കോടിക്കുള്ള സ്റ്റോക്കുകളാണ് ഇന്നലെ വിറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3588.66 കോടിക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിരിക്കുകയാണ്. പൊതുവെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ Q3 അവസാനത്തെ മാസമാണ്. അത് സാധാരണ രീതിയിൽ എല്ലാ ക്വാർട്ടേഴ്സ് എൻഡ് ചെയ്യുമ്പോഴും എൻഡോട് കൂടിയിട്ട് മാർക്കറ്റുകൾ റിക്കവർ ചെയ്യുന്ന ഒരു ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ടുവേഴ്സ് December 31 മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. എന്നിരുന്നാലും ഗ്ലോബൽ വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഇന്നലെ വിൻഫാൾ ടാക്സ് ഓയിൽ കമ്പനികളിന്മേലുള്ള വിൻഫാൾ ടാക്സ് അബോളിഷ് ചെയ്തിരുന്നു. ഇത് പൊതുവെ റിലയൻസിനും അതുപോലെ തന്നെ മറ്റ് കമ്പനികൾക്കൊക്കെ പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ തന്നെ കാണിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്നും അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. റിലയൻസ് പോലുള്ള ഓഹരികളെല്ലാം തന്നെ. പ്രോട്ടിയാൻ ഈ ഗവർണൻസ് $161 കോടി ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട് സെർസായിൽ നിന്നാണ്. ഒപ്പം നമ്മുടെ മാനുഫാക്ചറിങ് PMI വന്നിരുന്നു. 11 മന്ത് ലോ ആണ് കാണിച്ചിരിക്കുന്നത്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ന്യൂസൊന്നുമല്ല. 56.5 ഇപ്പോഴത്തെ റീഡിംഗ് വന്നിരിക്കുന്നത്. 50 മുകളിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കുന്ന ഒരു ഡാറ്റയാണ്. 11 മന്ത് ലോ ആണെങ്കിൽ പോലും 58-59 ലെവലിൽ നിന്നൊക്കെയാണ് താഴെ വന്നിരിക്കുന്നത്. കാര്യമായിട്ടുള്ളൊരു ഡിക്ലൈൻ അല്ല. സോളാർ ഇൻഡസ്ട്രീസ് 2039 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. വിപ്രോ ഇന്ന് മുതൽ ബോണസ് ആവുകയാണ്. 1:1 ആയിരുന്നു വിപ്രോയുടെ ബോണസ് റേഷ്യോ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ NSE SME സെഗ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രജപുത്താന ബയോഡീസൽ ലിസ്റ്റ് ചെയ്യാണ് ഇന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. 90% അപ്പർ ഫ്രീസിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം C2C അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. സെബിയുടെ 2 ദിവസത്തെ നോട്ടീസൊക്കെ കിട്ടിയതിന് ശേഷം പക്ഷേ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. ഡബിൾ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം ഗണേഷ് ഇൻഫ്രാ വേൾഡ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നലെ 23.87 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ SME IPOയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു SME IPO ആണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുണ്ട്. ഒപ്പം December 5 ഓപ്പൺ ചെയ്യുന്ന ഒരു NSE SME IPO ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുകയാണ്. എമറാൾഡ് ടയർ മാനുഫാക്ചറേഴ്സ് ലിമിറ്റഡ് ആണ്. ഗ്രെക്സ്റ്റർ എന്നുള്ള ബ്രാൻഡിൽ സ്പെഷ്യൽ വെഹിക്കിൾസിനുള്ള സ്പെഷ്യൽ ടയറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആയിട്ടാണ് ഒരു ചെറിയ കമ്പാരിസണൊക്കെ നടത്താനായിട്ട് സാധിക്കുക. പക്ഷേ ഈ കമ്പനി എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിലും ബെറ്ററാണ്. UAE അതുപോലെ തന്നെ US, റഷ്യ, ബെൽജിയം, ജർമ്മനി, നെതർലൻഡ്, പോർച്ചുഗൽ ഇത്തരത്തിലുള്ള കൺട്രികളിലേക്കൊക്കെ എക്സ്പോർട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് NSE
SME IPO ആണ്. 5 ഡിസംബർ ഓപ്പൺ ചെയ്ത് 9th ഡിസംബറാണ് ക്ലോസ് ചെയ്യുന്നത്. നല്ലൊരു IPO ആണ്. അപ്പോൾ NSE SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് എമറാൾഡ് ടയർ മാനുഫാക്ചറേഴ്സ് ലിമിറ്റഡ്. മാർക്കറ്റിലോട്ട് വരുന്നത് 1200 ആണ്. അതുപോലെ തന്നെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 95 രൂപയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്ത പോലെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങുക. ഒരു ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് പുതിയ മ്യൂച്വൽ ഫണ്ട്, ന്യൂ ഫണ്ട് ഓഫേഴ്സ് ധാരാളം വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.